നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ചരിത്രം ആ, ഒരു പക്ഷേ ഇന്ത്യയുടെ തലവര തന്നെ മാറ്റിയെഴുതിയ ഒന്നാണ്. ഈ പുതിയൊരു ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. സ്വന്തം സിംഹാസനം നിലനിർത്താനായി, അതായത് കേവലം അധികാരത്തിനു വേണ്ടി വിദേശ വ്യാപാരികളെ കൂട്ടുപിടിച്ച ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ എങ്ങനെയാണ് ആ വ്യാപാരികൾക്ക് മുന്നിൽ സ്വന്തം പരമാധികാരം അടിയറവ് വെച്ചത് എന്നതിൻ്റെ ഒരു കൃത്യമായ ചിത്രമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. അതെ, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു കാലഘട്ടമാണിത്. തീർച്ചയായും നമ്മളുടെ മുന്നിലുള്ള ചരിത്രരേഖകൾ അസഫ് ജാഹി രാജവംശവും കർണാട്ടിക് യുദ്ധങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ളതാണ്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്കിടയിലുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ എങ്ങനെയാണ് യൂറോപ്യൻ ശക്തികൾക്ക് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ വഴിയൊരുക്കിയതും കേവലം ചില മികച്ച തന്ത്രങ്ങളിലൂടെ വലിയ സൈന്യങ്ങളെ അവർ എങ്ങനെ തോൽപ്പിച്ചുവെന്നും മനസ്സിലാക്കുകയെന്നതാണ് ഈ ചർച്ചയുടെ പ്രധാന ലക്ഷ്യം. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ സംഭവവികാസങ്ങളുടെയെല്ലാം തുടക്കം കുറിക്കുന്നത് 1724 നടന്ന ശക്കർഖേഡ യുദ്ധത്തിൽ നിന്നാണ്. കിലിച്ച് ഖാൻ അഥവാ നിസാമുൽ മുൽക്ക് അസഫ് ജാ മുബാരസ് ഖാനെ പരാജയപ്പെടുത്തുന്ന ആ യുദ്ധം. അതെ, അതോടെ അദ്ദേഹം ഡെക്കാൻ പ്രദേശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. അവിടെയാണ് ചരിത്രപ്രസിദ്ധമായ ഹൈദരാബാദ് സംസ്ഥാനം ശരിക്കും ജനിക്കുന്നത്. അദ്ദേഹം അസഫ് ജാ എന്ന പദവി ഏറ്റെടുക്കുകയും അസഫ് ജാഹി രാജവംശത്തിന് അടിത്തറയിടുകയും ചെയ്തു. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഭരണതന്ത്രമാണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ ഒരു ഗവർണർ എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ നിയമനം. പക്ഷെ ഡൽഹിയിലെ മുഗൾ ഭരണാധികാരികളുടെ ദുർബലമായ അവസ്ഥ അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അതായത് പേരിലൊരു കൂറു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ മുഗൾ ചക്രവർത്തിയോട് പേരിലൊരു കൂറ് പ്രകടിപ്പിക്കുകയും കപ്പവും മറ്റും അയക്കുകയും ചെയ്തിരുന്നെങ്കിലും പ്രായോഗിക തലത്തിൽ അദ്ദേഹം തികച്ചും സ്വതന്ത്രനായ ഒരു ഭരണാധികാരിയായാണ് പ്രവർത്തിച്ചത്. സ്വന്തമായി യുദ്ധങ്ങൾ പ്രഖ്യാപിക്കാനും സന്ധികളുണ്ടാക്കാനും അദ്ദേഹം ഒട്ടും മടിച്ചില്ല. വളരെ സഹിഷ്ണുതയോടെയുള്ളതും എന്നാൽ കർശനമായ അച്ചടക്കമുള്ളതുമായ ഒരു ഭരണമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഈ നയതന്ത്രജ്ഞതയാണ് ഹൈദരാബാദിനെ ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ ഒരു സംസ്ഥാനമാക്കി മാറ്റിയത്. എന്നാൽ ഹൈദരാബാദ് ഇങ്ങനെ ശക്തമായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കീഴിലുള്ള കർണാട്ടിക്, അതായത് ഇന്നത്തെ ആർക്കോട്ട് എന്ന പ്രദേശത്തും സമാന്തരമായി ചില രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. മുഗൾ ഡെക്കാനിലെ ഒരു പ്രവിശ്യ മാത്രമായിരുന്ന കർണാട്ടിക് ഹൈദരാബാദ് നിസാമിന്റെ നിയന്ത്രണത്തിലായതോടെ അവിടെ ഭരണം നടത്താനായി നിസാം ഡെപ്യൂട്ടി ഗവർണർമാരെ നിയമിച്ചു. അവരാണ് പിന്നീട് കർണാട്ടിക് നവാബുമാർ എന്നറിയപ്പെട്ടത്. അതെ, തുടക്കത്തിൽ ഇവർ നിസാമിനോട് പൂർണ്ണമായും കൂറു പുലർത്തിയെങ്കിലും പിന്നീട് ഹൈദരാബാദിലെ ഭരണാധികാരികൾക്ക് ഡൽഹിയിലെ മുഗൾ ചക്രവർത്തിമാരോട് തോന്നിയ അതേ സ്വാതന്ത്ര്യബോധം ഈ നവാബുമാർക്കും തോന്നിത്തുടങ്ങി. അവിടെയാണ് സാദത്തുള്ള ഖാനിന നവാബ് ചരിത്രത്തിലെ ഒരു വലിയ ചട്ടം ലംഘിക്കുന്നത്. നിസാമിന്റെ ഡെപ്യൂട്ടി എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ട അദ്ദേഹം നിസാമിന്റെ യാതൊരുവിധ അനുമതിയുമില്ലാതെ തന്റെ അനന്തരവനായ ദോസ്ത് അലിയെ തന്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചു. അതായത് ഒരു ഉദ്യോഗസ്ഥ പദവി മാത്രമായിരുന്ന നവാബ് സ്ഥാനം അവിടെ പാരമ്പര്യമായി മാറി. അത് വലിയൊരു മാറ്റമായിരുന്നു. തീർച്ചയായും. ഈ ഒരു നീക്കത്തിലൂടെയാണ് നവായത്ത് രാജവംശം കർണാട്ടിക്കിൽ വേരുറപ്പിക്കുന്നത്. നിസാമിനിത് ചോദ്യം ചെയ്യാൻ താൽപ്പര്യമുണ്ടായിരുന്നെങ്കിലും മറ്റു രാഷ്ട്രീയ തിരക്കുകൾ കാരണം അതിന് സാധിച്ചില്ല. എന്നാൽ ഈ അധികാര സമവാക്യങ്ങളെല്ലാം പൂർണ്ണമായും തകിടം മറിയുന്നത് 1748-ലാണ്. അസഫ് ജായുടെ മരണം. അതെ, പതിറ്റാണ്ടുകളായി ഡെക്കാൻ പ്രദേശത്ത് നിലനിന്നിരുന്ന ഒരു വലിയ രാഷ്ട്രീയ സ്ഥിരതയ്ക്കാണ് അതോടെ അവസാനമാകുന്നത്. ഡെക്കാനിലും കർണാടിക്കിലും ഒരു വലിയ അധികാര ശൂന്യത രൂപപ്പെട്ടു. ബ്രിട്ടീഷ്, ഫ്രഞ്ച് പോലെയുള്ള വിദേശ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്ക് നേരിട്ടിടപെടാൻ ലഭിച്ച ഏറ്റവും വലിയ തുറന്ന വാതിലായിരുന്നു ആ മരണം. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. കാരണം ഈ അധികാരശൂന്യത നിലനിൽക്കുന്ന സമയത്താണ് നമ്മൾ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിലേക്ക് കടക്കുന്നത്. 1740 മുതൽ 1748 വരെയാണത് നടക്കുന്നത്. കോറമാൻഡൽ തീരപ്രദേശങ്ങളെയാണ് യൂറോപ്യന്മാർ കർണാട്ടിക് എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ ഈ യുദ്ധം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നില്ല തുടങ്ങിയത്. അല്ല, തീർത്തും യൂറോപ്പിലെ പ്രശ്നമായിരുന്നു. അതെ, യൂറോപ്പിൽ നടന്നുകൊണ്ടിരുന്ന ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധത്തിന്റെ ഒരു നേരിട്ടുള്ള പ്രതിഫലനം മാത്രമായിരുന്നു ഇത്. ഇതിന്റെ തുടക്കം നോക്കിയാൽ ബാർണറ്റിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് നാവികസേന
ഫ്രഞ്ചുകാരുടെ ചില കപ്പലുകൾ പിടിച്ചെടുത്തു. ഇതിന് തിരിച്ചടിയായി 1746-ൽ ഫ്രഞ്ച് അഡ്മിറൽ ലാ ബോർഡോണോയിസ് മൗറീഷ്യസിലെ ഫ്രഞ്ച് നാവികസേനയുടെ സഹായത്തോടെ വന്ന് മദ്രാസ് പിടിച്ചടക്കി. ആ മദ്രാസ് പിടിച്ചെടുക്കല് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വലിയൊരു പ്രഹരമായിരുന്നു. പക്ഷേ 1748-ൽ യൂറോപ്പിൽ വെച്ച് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ഒപ്പുവെച്ച എക്സ്ലാ ചാപ്പൽ സന്ധിയോടെ ഈ യുദ്ധം അവസാനിച്ചു. ആ സന്ധിയുടെ വ്യവസ്ഥ പ്രകാരം മദ്രാസ് ഇംഗ്ലീഷുകാർക്ക് തിരികെ ലഭിച്ചു. പകരം ഫ്രഞ്ചുകാർക്ക് വടക്കേ അമേരിക്കയിലുള്ള ചില പ്രദേശങ്ങൾ ഇംഗ്ലീഷുകാർ വിട്ടുനൽകി. അതൊരു സമവായമായിരുന്നു. അതെ. എന്നാൽ ഇതൊന്നുമല്ല ഈ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പാഠം. ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നാൽ ഈ യുദ്ധത്തിന്റെ ഭാഗമായി നടന്ന സെന്റ് തോം അഥവാ അടയാർ യുദ്ധമാണ്. ഫ്രഞ്ചുകാർ മദ്രാസ് പിടിച്ചെടുത്തപ്പോൾ ഇംഗ്ലീഷുകാർ കർണാട്ടിക് നവാബായ അൻവറുദ്ദീന്റെ സഹായം തേടി. ഫ്രഞ്ചുകാരെ നേരിടാൻ നവാബ് തന്റെ വലിയൊരു സൈന്യത്തെ അയച്ചു. എന്നാൽ ക്യാപ്റ്റൻ പാരഡൈസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ ഫ്രഞ്ച് സൈന്യം നവാബിന്റെ ഈ വലിയ സൈന്യത്തെ അടയാർ നദിക്കരയിൽ വെച്ച് അതിദാരുണമായി പരാജയപ്പെടുത്തി. ഈയൊരു യുദ്ധത്തെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. കേവലം ഒരു ചെറിയ സൈന്യം വലിയൊരു സൈന്യത്തെ തോൽപ്പിച്ചു എന്നതിലല്ല കാര്യം, മറിച്ച് അവർ എങ്ങനെ തോൽപ്പിച്ചു എന്നതാണ്. അൻവറുദ്ദീന്റെ സൈന്യത്തിൽ ഭൂരിഭാഗവും പരമ്പരാഗത രീതിയിൽ യുദ്ധം ചെയ്യുന്ന കുതിരപ്പടയാളികളായിരുന്നു. അവർക്ക് കൃത്യമായ അച്ചടക്കമോ കൂട്ടായ പരിശീലനമോ ഉണ്ടായിരുന്നില്ല. ശരിയാണ്, അവർ വെറുമൊരു വലിയ ആൾക്കൂട്ടം മാത്രമായിരുന്നു. വളരെ ചിട്ടയോടെ പരിശീലനം ലഭിച്ച ആധുനിക തോക്കുകൾ ഉപയോഗിക്കുന്ന കാലാൾപ്പടയായിരുന്നു. ഫ്രഞ്ച് സൈന്യം വരിവരിയായി നിന്ന് കൃത്യമായ ഇടവേളകളിൽ വെടിയുതിർത്തപ്പോൾ നവാബിന്റെ കുതിരപ്പടയ്ക്കത് നേരിടാൻ കഴിഞ്ഞില്ല. അച്ചടക്കമില്ലാത്ത വലിയൊരാൾക്കൂട്ടത്തേക്കാൾ എപ്പോഴും മുൻതൂക്കം ലഭിക്കുക വളരെ ചിട്ടയോടെ പ്രവർത്തിക്കുന്ന ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ചെറിയൊരു സംഘത്തിനായിരിക്കും എന്ന് ഈ യുദ്ധം തെളിയിച്ചു. ഇന്നത്തെ കാലത്തെ ബിസിനസ് തന്ത്രങ്ങളുമായി പോലും നമുക്കിതിനെ ബന്ധിപ്പിക്കാം. തീർച്ചയായും ഇത് യൂറോപ്യന്മാർക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകി. ഇന്ത്യൻ സൈന്യങ്ങളെ തോൽപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ ഒരു തിരിച്ചറിവാണ് യൂറോപ്യന്മാരെ കൂടുതൽ ധൈര്യശാലികളാക്കിയത്. ഈ ആത്മവിശ്വാസത്തോടെയാണ് അവർ 1749-ൽ ആരംഭിച്ച രണ്ടാം കർണാട്ടിക് യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒന്നാം യുദ്ധം യൂറോപ്പിലെ പ്രശ്നങ്ങളുടെ പേരിലായിരുന്നെങ്കിൽ രണ്ടാം യുദ്ധം തികച്ചും ഇന്ത്യയിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ യൂറോപ്യന്മാർ തങ്ങളുടെ ലാഭത്തിനായി ഉപയോഗിച്ചതിന്റെ ഫലമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ 1748-ലെ അസഫ്ജായുടെ മരണവും മുൻ നവാബ് ദോസ്ത് അലിയുടെ മരുമകനാണ് ചന്ദ സാഹിബിനെ മറാത്താക്കാർ തടവിൽ നിന്നും മോചിപ്പിച്ചതുമാണ് ഈ യുദ്ധത്തിന് ശരിക്കും കളമൊരുക്കിയത്. ഹൈദരാബാദിലും കർണാടകയിലും ഒരേ സമയം സിംഹാസനത്തിനായി ഒന്നിലധികം അവകാശികൾ രംഗത്തുവന്നു. അതെ. ഹൈദരാബാദിലെ സ്ഥിതി നോക്കിയാൽ നിസാമിന്റെ മകൻ നാസിർ ജംഗും പേരക്കുട്ടി മുസാഫർ ജംഗും തമ്മിലായിരുന്നു അവിടെ അധികാരത്തർക്കം. തനിക്ക് മുഗൾ ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയമനമുണ്ടെന്നാണ് മുസാഫർ ജംഗ് വാദിച്ചത്. അതേസമയം കർണാടകയിൽ പുതിയതായി നിയമിതനായ നവാബ് അൻവറുദ്ദീനും മറാത്ത തടവിൽ നിന്ന് മടങ്ങിയെത്തിയ ചന്ദ സാഹിബും തമ്മിലായി പോരാട്ടം. ഇത് കണ്ട് യൂറോപ്യന്മാർക്ക് മനസ്സിലായി, ഈ രണ്ട് സ്ഥലങ്ങളിലും തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുന്നവരെ ഭരണാധികാരികളാക്കിയാൽ തങ്ങൾക്ക് വലിയ വാണിജ്യ ലാഭവും ഭൂപ്രദേശങ്ങളും ലഭിക്കുമെന്ന്. അങ്ങനെ ഫ്രഞ്ചുകാർ വളരെ തന്ത്രപരമായി മുസാഫർ ജംഗിനെയും ചന്ദ സാഹിബിനെയും പിന്തുണച്ചു. അപ്പോൾ സ്വാഭാവികമായും ഇംഗ്ലീഷുകാർ മറുപക്ഷത്തെ പിന്തുണയ്ക്കും. തീർച്ചയായും. ഫ്രഞ്ചുകാരുടെ സ്വാധീനം വർദ്ധിക്കുന്നത് തടയാനായി ഇംഗ്ലീഷുകാർ ഉടൻ തന്നെ നാസിർ ജംഗിനെയും അൻവർ ഉദ്ദീനിനെയും പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. ഇതൊരു വലിയ പ്രോക്സി വാർ അഥവാ ബിനാമി യുദ്ധമായിരുന്നു. ഈ യുദ്ധത്തിന്റെ ആദ്യഘട്ടം ഫ്രഞ്ച് സഖ്യത്തിന് അനുകൂലമായിരുന്നു. 1749-ൽ വെല്ലൂരിനടുത്തുള്ള ആംബൂർ യുദ്ധത്തിൽ ഫ്രഞ്ച് സഖ്യം വലിയ വിജയം നേടുകയും അൻവർ ഉദ്ദീൻ കൊല്ലപ്പെടുകയും ചെയ്തു. അതോടെ സമവാക്യങ്ങൾ മാറി. അതെ. ഇതിന്റെ ഫലമായി മുസാഫർ ജംഗ് ഡക്കാന്റെ സുബേദാറായി മാറുകയും ചന്ദ സാഹിബ് കർണാട്ടിക് നവാബാവുകയും ചെയ്തു. ഈ സഹായത്തിന് പകരമായി ഫ്രഞ്ച് ഗവർണർ ഡ്യൂപ്ലെക്സിന് വലിയ പാരിതോഷികങ്ങളാണ് ലഭിച്ചത്. കൃഷ്ണ നദിക്ക് തെക്കുള്ള മുഴുവൻ മുഗൾ പ്രദേശങ്ങളുടെ മുഴുവൻ അധികാരവും ഡ്യൂപ്ലെക്സിന് ലഭിച്ചു. ഹൈദരാബാദിൽ
ബുസ്സിയുടെ നേതൃത്വത്തിൽ ഫ്രഞ്ച് സേനയെ വിന്യസിക്കുകയും ചെയ്തു. പോണ്ടിച്ചേരിക്കടുത്തുള്ള വലിയൊരു ഭൂപ്രദേശവും മസുലിപട്ടണവും ഒറീസ തീരങ്ങളും ഫ്രഞ്ചുകാർക്ക് സ്വന്തമായി. ഇന്ത്യയിലെ ഫ്രഞ്ച് ആധിപത്യത്തിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടമായിരുന്നു അത്. ഡ്യൂപ്ലെക്സ് ഒരു യഥാർത്ഥ കിങ് മേക്കറായി മാറി. എന്നാൽ അവിടെയാണ് റോബർട്ട് ക്ലൈവ് എന്ന ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥൻ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു സൈനിക തന്ത്രവുമായി മുന്നോട്ടു വരുന്നത്. ആ ഒരു മാസ്റ്റർ സ്ട്രോക്ക്. അതെ, ഈ സമയത്ത് ഇംഗ്ലീഷുകാർ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. കൊല്ലപ്പെട്ട അൻവറുദ്ദീന്റെ മകൻ മുഹമ്മദ് അലി ട്രിച്ചിനോപ്പോളി കോട്ടയിൽ അഭയം പ്രാപിച്ചിരിക്കുകയായിരുന്നു. ചന്ദാ സാഹിബും ഫ്രഞ്ച് സൈന്യവും ട്രിച്ചിനോപ്പോളി വളഞ്ഞു. ഇംഗ്ലീഷുകാർക്ക് മുഹമ്മദ് അലിയെ സഹായിക്കാൻ കഴിയാത്ത അവസ്ഥ. ട്രിച്ചിനോപ്പോളി കൂടി വീണാൽ ഇംഗ്ലീഷുകാർക്ക് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോഴാണ് ക്ലൈവ് തന്റെ പ്ലാൻ അവതരിപ്പിക്കുന്നത്. ട്രിച്ചിനോപ്പോളിയിലെ ഉപരോധം തകർക്കാൻ അവിടെ പോയി യുദ്ധം ചെയ്യുന്നതിന് പകരം ശത്രുവിന്റെ തലസ്ഥാനമായ ആർക്കോട്ട് ആക്രമിക്കുക. ചന്ദാ സാഹിബിന്റെ മുഴുവൻ സൈന്യവും ട്രിച്ചിനോപ്പോളിയിലായതിനാൽ ആർക്കോട്ട് ദുർബലമായിരിക്കുമെന്ന് ക്ലൈവ് കണക്കുകൂട്ടി. അതെ, നിങ്ങളിതിൻ്റെ ഒരു ധൈര്യം മനസ്സിലാക്കണം. 1751 ഓഗസ്റ്റിൽ വെറും 210 പേരുമായാണ് ക്ലൈവ് ആർക്കോട്ട് പിടിച്ചെടുക്കാൻ പോയത്. കൊടും കാറ്റും മഴയുമുള്ളൊരു രാത്രിയിൽ അവർ നടത്തിയ ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ ആർക്കോട്ടിലെ കാവൽക്കാർ ഭയന്നോടുകയും ക്ലൈവ് കോട്ട പിടിക്കുകയും ചെയ്തു. ആർക്കോട്ട് പിടിച്ചെടുത്തതു മാത്രമല്ല, അത് നിലനിർത്തിയതാണ് ക്ലൈവിന്റെ ഏറ്റവും വലിയ നേട്ടം. തന്റെ തലസ്ഥാനം നഷ്ടപ്പെട്ട വിവരമറിഞ്ഞ് ചന്ദാ സാഹിബ് തന്റെ മകൻ രാജാ സാഹിബിന്റെ നേതൃത്വത്തിൽ 4000 സൈനികരെ ആർക്കോട്ടേക്ക് അയച്ചു. വെറും 210 പേർക്കെതിരെ 4000 പേർ. അതെ, 1751 സെപ്റ്റംബർ 23 മുതൽ നവംബർ 14 വരെ, അതായത് 53 ദിവസത്തോളം ഈ 4000 പേർ ആർക്കോട്ട് കോട്ട ഉപരോധിച്ചു. ഈ ഉപരോധത്തിന്റെ അവസ്ഥ നമ്മളൊന്ന് സങ്കൽപ്പിക്കണം. ക്ലൈവിന്റെ പക്കലുള്ള ഭക്ഷണവും വെടിക്കോപ്പുകളും തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്ത് ആനകളെ ഉപയോഗിച്ചു കോട്ടവാതിൽ തകർക്കാനാണ് രാജാ സാഹിബ് ശ്രമിച്ചത്. എന്നാൽ വളരെ കൃത്യമായി വെടിയുതിർത്ത് ഇംഗ്ലീഷ് സൈന്യം ആനകളെ പിന്തിരിപ്പിച്ചു. ഒടുവിൽ തങ്ങളുടെ കുറഞ്ഞ വിഭവങ്ങൾ വെച്ച് ഈ വലിയ ഉപരോധത്തെ അവർ അതിജീവിച്ചു. ഈ ഒരു സംഭവം വലിയൊരു മാനസിക വിജയമായിരുന്നു. അജയരെന്ന് കരുതിയിരുന്ന ഫ്രഞ്ച് സഖ്യത്തെ ഒരു ചെറിയ ഇംഗ്ലീഷ് സൈന്യം തടഞ്ഞു നിർത്തിയെന്നത് ഇന്ത്യയിലെ മറ്റ് നാട്ടുരാജാക്കന്മാർക്കിടയിൽ വലിയ ചർച്ചയായി. അതോടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പെട്ടെന്ന് മാറിമറിഞ്ഞു. ക്ലൈവിന്റെ ഈ ധീരമായ പോരാട്ടം കണ്ട് അതുവരെ മാറി നിന്നിരുന്ന മൈസൂർ, തഞ്ചാവൂർ, അതുപോലെ മൊറാറി റാവു എന്ന മറാത്ത നേതാവ് എന്നിവരെല്ലാം ഇംഗ്ലീഷുകാർക്ക് പിന്തുണയുമായി എത്തി. അവരെല്ലാവരും ചേർന്ന് ട്രിച്ചിനോപ്പോളിയെ മോചിപ്പിക്കുകയും ജനറൽ ലോയുടെ ഫ്രഞ്ച് സേനയെയും ചന്ദാ സാഹിബിനെയും ശ്രീരംഗം ദ്വീപിൽ വെച്ച് കുടുക്കുകയും ചെയ്തു. 1852 ജൂണിൽ ഫ്രഞ്ചുകാർക്ക് കീഴടങ്ങേണ്ടി വന്നു. ചന്ദാ സാഹിബ് വധിക്കപ്പെട്ടു. ഈ വലിയ പരാജയത്തോടെ ഫ്രഞ്ച് സർക്കാർ ഡ്യൂപ്ലെക്സിനെ തിരിച്ചു വിളിക്കുകയും പുതിയ ഗവർണറായി ഗോദഹ്യ വരികയും ചെയ്തു. ഇനിയൊരിക്കലും ഇന്ത്യൻ നാട്ടുരാജാക്കന്മാരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല എന്നൊരു സന്ധിയോടെയാണ് ഈ യുദ്ധം അവസാനിക്കുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥമെന്താണ്? ഈ രണ്ടാം കർണാട്ടിക് യുദ്ധം ഇന്ത്യൻ ചരിത്രത്തിൽ ബാക്കിവെച്ച ഏറ്റവും വലിയ പാഠമെന്തായിരുന്നു? അത് വളരെ വ്യക്തമാണ്. ഈ യുദ്ധം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണാധികാരികളുടെ പൊള്ളത്തരം തുറന്നുകാട്ടി. അതുവരെ തങ്ങളാണ് യജമാനന്മാർ എന്ന് കരുതിയിരുന്ന പല നവാബുമാരും നിസാമുമാരും യഥാർത്ഥത്തിൽ യൂറോപ്യന്മാരുടെ സൈനിക ശക്തിയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന വെറും കളിപ്പാവകളാണെന്ന് തെളിയിക്കപ്പെട്ടു. തങ്ങളുടെ സിംഹാസനം നിലനിർത്താൻ അവർക്ക് ഫ്രഞ്ചുകാരുടെയോ ഇംഗ്ലീഷുകാരുടെയോ സഹായം കൂടിയേ തീരൂ എന്ന അവസ്ഥയായി. ഇന്ത്യൻ ഭരണാധികാരികൾ ഇനി മുതൽ യജമാനന്മാരല്ല, മറിച്ച് യൂറോപ്യന്മാരെ ആശ്രയിക്കുന്ന വെറും കക്ഷികളായി മാറി എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം. ആശ്രിത രാജ്യങ്ങൾ അഥവാ ക്ലയന്റ് സ്റ്റേറ്റുകളായി അവർ മാറി. കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു പശ്ചാത്തലത്തിലാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം നടക്കുന്നത്. 1758 മുതൽ 1763 വരെയാണ് ഇതിന്റെ കാലയളവ്. ഇതിന് ഇന്ത്യയുമായി വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു. ലോകമെമ്പാടും നടന്നുകൊണ്ടിരുന്ന സപ്തവത്സര യുദ്ധത്തിന്റെ, അതായത് 7 Years വാറിന്റെ ഒരു ഇന്ത്യൻ പതിപ്പായിരുന്നു ഇത്. അമേരിക്കയിലും യൂറോപ്പിലും ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യയിലും അവർ പരസ്പരം ആക്രമിച്ചു. ഫ്രഞ്ച് ഗവർണറായ കൗണ്ട് ഡി ലാലി തുടക്കത്തിൽ വളരെ പെട്ടെന്ന് ഫോർട്ട് സെന്റ് ഡേവിഡും വിഴിയ നഗരവും പിടിച്ചെടുത്തു. എന്നാൽ ഇംഗ്ലീഷുകാർ മസൂലി പട്ടണത്ത് വെച്ച് ഫ്രഞ്ച് നാവികസേനയെ ശക്തമായി ആക്രമിച്ചുകൊണ്ട് ഇതിന് മറുപടി നൽകി. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ യുദ്ധതന്ത്രം നമ്മൾ കാണുന്നത് 1760-ലാണ്. അതെ,
1760 ജനുവരി 22 നടന്ന വന്ദിവാശ് യുദ്ധം. ഇതിനെ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ നോക്കിയാൽ പല ചരിത്രകാരന്മാരും പ്ലാസി യുദ്ധത്തേക്കാൾ ഇന്ത്യയുടെ ഭാവി തീരുമാനിച്ച നിർണായക വഴിത്തിരിവായി കണക്കാക്കുന്നത് ഈ വന്ദിവാശ് യുദ്ധത്തെയാണ്. ഇംഗ്ലീഷ് സേനാധിപൻ അയർകൂട്ട് ഫ്രഞ്ച് സേനാധിപനായ കൗണ്ട് ഡി ലാലിയെ ഈ യുദ്ധത്തിൽ തീർത്തും പരാജയപ്പെടുത്തി. ഹൈദരാബാദിൽ വലിയ സ്വാധീനം നിലനിർത്തിയിരുന്ന ബുസ്സിയെ ഇംഗ്ലീഷുകാർ ഈ യുദ്ധത്തിൽ തടവിലാക്കി. അതൊരു വലിയ അടിയായിരുന്നു ഫ്രഞ്ചുകാർക്ക്. തീർച്ചയായും 1761 പോണ്ടിച്ചേരി കൂടി ഇംഗ്ലീഷുകാർക്ക് കീഴടങ്ങിയതോടെ ഇന്ത്യയിലെ ഫ്രഞ്ച് പ്രതീക്ഷകൾ അവസാനിച്ചു. ഒടുവിൽ 1763 പാരീസ് സന്ധിയോടെ ഫ്രഞ്ചുകാർക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന രാഷ്ട്രീയ സ്വാധീനം പൂർണ്ണമായി ഇല്ലാതായി. ഇതോടെ ഇംഗ്ലീഷുകാർ ഇന്ത്യയിലെ ഏക പരമോന്നത യൂറോപ്യൻ ശക്തിയായി മാറി. അതെ, മൂലൻ 1786 ജമുന ബിഹൽ 1000 പൗണ്ട് ദീൽക്കർ കി ഫസൽ കെ സാത്ത് ചർ പസുക കീച്ചോട് ബയാൻ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഫ്രഞ്ചുകാർക്കും ഇംഗ്ലീഷുകാർക്കും ഏതാണ്ട് ഒരേപോലെയുള്ള ആയുധങ്ങളുണ്ടായിരുന്നു, രണ്ടുപേർക്കും ഇന്ത്യയിൽ താവളങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഫ്രഞ്ചുകാർ പരാജയപ്പെടുകയും ഇംഗ്ലീഷുകാർ എപ്പോഴും വിജയിക്കുകയും ചെയ്തത്? ഇതൊരു വളരെ മികച്ച ചോദ്യമാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ ഈ രണ്ട് കമ്പനികളുടെയും ഘടനയെ നമ്മളൊന്ന് താരതമ്യം ചെയ്യണം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ അതൊരു സ്വകാര്യ കമ്പനിയായിരുന്നു എന്നതാണ്. അപ്പോൾ തീരുമാനങ്ങൾ വേഗത്തിലെടുക്കാം. അതെ, അവരുടെ ലക്ഷ്യം ലാഭമുണ്ടാക്കുക എന്നതും മാത്രമായിരുന്നു. അതുകൊണ്ടുതന്നെ ഇന്ത്യയിലുള്ള അവരുടെ ഉദ്യോഗസ്ഥർക്ക് തീരുമാനങ്ങൾ വളരെ വേഗത്തിൽ എടുക്കാൻ കഴിഞ്ഞു. അവർക്ക് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അനുമതിക്കായി കാത്തുനിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നേരെ മറിച്ച് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫ്രഞ്ച് സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമായിരുന്നു. അതിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും സർക്കാരാണ്. ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ ഫ്രാൻസിലേക്ക് കത്തയച്ച് അവിടുന്ന് മറുപടി വരാൻ വലിയ കാലതാമസമുണ്ടായി. ഈ മെല്ലെപ്പോക്ക് അവരുടെ പരാജയത്തിന് വലിയൊരു കാരണമായി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ വേഗതയും ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ മെല്ലെപ്പോക്കും തമ്മിലുള്ള വ്യത്യാസം ഏത് കാലത്തും എത്രത്തോളം പ്രസക്തമാണെന്ന്. അതുപോലെ നാവികസേനയുടെ കാര്യവും പ്രധാനമല്ലേ? തീർച്ചയായും. ഇംഗ്ലീഷുകാരുടെ നാവികസേന അതിശക്തമായിരുന്നു, ഫ്രഞ്ചുകാരുടേത് ദുർബലവും. അതുപോലെ താവളങ്ങളുടെ കാര്യമെടുത്താൽ ഇംഗ്ലീഷുകാർക്ക് കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിങ്ങനെ 3 പ്രധാന താവളങ്ങളും സാമ്പത്തിക ഭദ്രതയുമുണ്ടായിരുന്നു. എന്നാൽ ഫ്രഞ്ചുകാർക്ക് പോണ്ടിച്ചേരി എന്ന ഒരൊറ്റ താവളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ അവർക്ക് ഇന്ത്യയിൽ വേറെ ഇടമില്ലായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ. അതുമാത്രമല്ല, ഫ്രഞ്ചുകാർ വ്യാപാരത്തെക്കാൾ കൂടുതൽ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിലാണ് ശ്രദ്ധ നൽകിയത്.
നേതൃത്വത്തിന്റെ കാര്യമെടുത്താലും റോബർട്ട് ക്ലൈവ്, അയർകൂട്ട് എന്നിവരെ പോലുള്ള മികച്ച നേതാക്കൾ ഇംഗ്ലീഷുകാർക്കുണ്ടായിരുന്നു. എന്നാൽ ഫ്രഞ്ചുകാർക്ക് ഡ്യൂപ്ലെക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിന്ന് ചർച്ച ചെയ്ത ഈ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കേവലം വ്യാപാരത്തിനെത്തിയ കമ്പനികൾ എങ്ങനെയാണ് ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരുടെ അധികാര തർക്കങ്ങൾ മുതലെടുത്ത് ഒരു ഉപഭൂഖണ്ഡത്തിന്റെ തന്നെ ഭരണാധികാരികളായി മാറിയത് എന്ന് നമ്മൾ കണ്ടു. ചെറിയൊരു ആഭ്യന്തര പ്രശ്നം എങ്ങനെയാണ് ഒരു വലിയ സാമ്രാജ്യത്തിന്റെ പതനത്തിനും മറ്റൊരു വൈദേശിക സാമ്രാജ്യത്തിന്റെ ഉദയത്തിനും കാരണമായതെന്ന് ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുന്നതിനു മുമ്പ് നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാനും കൂടുതൽ അന്വേഷിക്കാനുമായി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ മുൻപിൽ വെക്കുകയാണ്. 1748-ൽ അസഫ് ജാ മരിച്ചിരുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിനു ശേഷം ഇന്ത്യൻ ഭരണാധികാരികൾ തങ്ങളുടെ വലിയ സൈന്യത്തിന്റെ പോരായ്മകൾ മനസ്സിലാക്കി യൂറോപ്യന്മാരെ പോലെ മികച്ച അച്ചടക്കമുള്ള ചെറിയ സൈന്യത്തെ പരിശീലിപ്പിച്ചെടുത്തിരുന്നെങ്കിലോ, ഒരുപക്ഷേ ഇന്ത്യയിലൊരു ബ്രിട്ടീഷ് സാമ്രാജ്യം തന്നെ ഉണ്ടാകുമായിരുന്നോ, അതോ ചരിത്രം മറ്റൊന്നാകുമായിരുന്നോ? തീർച്ചയായും അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ചരിത്രം എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത് ചില ചെറിയ തീരുമാനങ്ങൾ എങ്ങനെയാണ് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ്. ആ ഒരു ചോദ്യം നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനായി വിട്ടു നൽകിക്കൊണ്ട് വളരെ ഊർജ്ജസ്വലമായ ഈ ആഴത്തുള്ള വിശകലനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിശകലനം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അടുത്ത ചർച്ചയിൽ കാണാം.